വാട്സപ്പിൽ ഞങ്ങൾ അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ഉള്ള ആൾക്കാരല്ല. പിന്നെ 2-3 പേര് ഞങ്ങൾക്കിട്ട് പണി നമ്മൾ ഈ അടീനെ നട്ടിട്ട് റീപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിച്ച മണ്ണ് വീണ്ടും ഉപയോഗിക്കരുത്. നമസ്കാരം. നമ്മുടെ പ്ലാന്റ് ചോദിച്ചവർക്കൊക്കെ ഞാൻ പ്ലാന്റ് അയച്ചു. ബാക്കിയുള്ള പ്ലാന്റുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് ചെറിയ പ്ലാന്റുകളാണ്, ചെറിയ പ്ലാന്റുകൾ. ഇത് പിന്നെ ഞാൻ ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എല്ലാം കൂടെ ഒന്നിച്ച് ഗ്രാഫ്റ്റ് ചെയ്യത്തില്ല, കുറേശ്ശെ. അതായത് എൻ്റെ മൂടനുസരിച്ച് ചിലപ്പോൾ ഒരു 25 എണ്ണം, ചിലപ്പോൾ ഒരു 50 എണ്ണം, ചിലപ്പോൾ 10 എണ്ണം, ഈ രീതിയിലാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചായിരിക്കും കിളിർത്ത് വരുന്നതാണ്. ഇപ്പം ചെറിയ തയ്യുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പം നമ്മുടെ പ്രൊഫഷൻ ഇതല്ലാത്തതുകൊണ്ട് ഇതിപ്പം പിന്നെ ഒരു 80% സക്സസ് ആകത്തുള്ളൂ. ബാക്കിയാണ്ട് ഇതുപോലെ ഇത്രയും ഗ്രാഫ്റ്റ് ചെയ്തതിൽ ഇതെല്ലാം ഫെയിലായതാണ്. അപ്പോൾ അങ്ങനെയും വരുന്നുണ്ട്. അപ്പോൾ അതിന് രണ്ടാമത് വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇനി ഇത് പിന്നെ 1 മാസം കൂടെ കഴിഞ്ഞിട്ട് ഇത് ആകത്തുള്ളൂ. 1 മാസം കഴിയുമ്പോൾ മഴയാണ്, മഴ തുടങ്ങും. അപ്പം പിന്നെ നമുക്ക് അടുത്ത ഇനി ബാക്കിയുള്ള കുറച്ചുകൂടെയൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് ഓണത്തിനടുത്ത കോംബോ ഓഫർ. നമ്മുടെ പ്ലാന്റ്, നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന പ്ലാന്റ് എല്ലാം കോംബോ ഓഫറിലാണ്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഒരുപാട് പേര് ഈ പോട്ടി മിക്സർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിനേക്കാൾ ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വാട്സപ്പിൻ്റെ കാര്യം. വാട്സപ്പിൽ ഞങ്ങൾ അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ഉള്ള ആൾക്കാരല്ല, അത് നോക്കാനൊക്കെ ഇത്തിരി താമസം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതിൽ പിന്നെ 2-3 പേര് ഞങ്ങൾക്കിട്ട് പണിയെന്ന് പറഞ്ഞാൽ ഈ വാട്സപ്പിൽ ഈ 24 മണിക്കൂർ കഴിയുമ്പോൾ മെസ്സേജ് മാഞ്ഞു പോകുന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ അവർ പിന്നെ ഇത് ഓർഡർ തന്നു, പൈസ അയച്ചിട്ട് ഞങ്ങൾ ആ നമ്പർ എഴുതി വെച്ചു, അഡ്രസ്സൊന്നും എഴുതി വെച്ചില്ലായിരുന്നു, നമ്പർ എഴുതി വെച്ചിരുന്നു. അപ്പം പിന്നെ അവരുടെ അടുത്ത് അഡ്രസ്സ് അയക്കാൻ പറഞ്ഞു. അവർ അഡ്രസ്സ് അയച്ചില്ല എനിക്കറിയത്തില്ല. പക്ഷേ അവരുടെ ആ നമ്പർ നോക്കിയപ്പോൾ അതിനകത്തൊന്നുമില്ല, ഇത് കംപ്ലീറ്റ് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ അങ്ങനെ വീണ്ടും ഞാൻ അവരെ വിവരം അറിയിച്ചു, പിന്നെ മെസ്സേജ് ഇട്ടെന്ന്. അപ്പോൾ ഇനിയെങ്കിലും ആരെങ്കിലും ചെയ്യുമ്പം ഇതുപോലെ ഈ 24 മണിക്കൂർ കഴിയുമ്പം ഇത് മാഞ്ഞു പോവുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് മെസ്സേജ് കണ്ടുപിടിക്കാൻ, നിങ്ങൾ പൈസ അയച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റത്തില്ല, മെസ്സേജ് കണ്ടുപിടിക്കാനും പറ്റത്തില്ല. അവസാനം നിങ്ങൾ പറയും ഞങ്ങൾ പറ്റിപ്പോരാന്നൊക്കെ പറയും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഞങ്ങളെ പിന്നെ കണ്ടുപിടിക്കാനും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഈ പോട്ടി മിക്സർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പോട്ടി മിക്സർ അപ്പോൾ വലിയ കാര്യമായിട്ട് നോക്കുക. നമുക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ ഈ പോട്ടി മിക്സർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. മിക്സർ തിന്നുന്നതല്ലാണ് ശരി. നമ്മൾ സാപ്പിടുന്ന മിക്സറല്ല, ഈ അടിയിൽ നടുന്ന മിക്സർ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ. ആ പോട്ടി മിക്സറിന് ഞാൻ എടുത്തിരിക്കുന്നത് ഈ എംസാൻഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുപോലെയാണ് ഇത് നേരത്തെ പിന്നെ ഇത് ഞാൻ നട്ടതാണ്. ഇത് കംപ്ലീറ്റ് എംസാൻഡും പിന്നെ അതിൻ്റെ ഒരു മിശ്രിതമാണ് ഈ തട്ടിക്കളഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് പോട്ടി മിക്സർ ഉണ്ടാക്കുന്നത്. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം, നമ്മൾ ഈ അടീനെ നട്ടിട്ട് റീപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിച്ച മണ്ണ് വീണ്ടും ഉപയോഗിക്കരുത്. പുതിയ മണ്ണെടുത്തിട്ട് നമ്മൾ പിന്നെ റീപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാവുന്നത് ഇതുപോലെ കുറച്ച് ചാണകപ്പൊടി, പിന്നെ ഇതുപോലെ തരിയുള്ള മണ്ണ്, വെള്ളം വാർന്നു പോകാത്ത വിധത്തിലുള്ള തരിയുള്ള മണ്ണ്. ഇത് എംസാൻഡ് പിന്നെ കഴുകിയെടുത്തതാണ്. പൊടിയൊക്കെ പോയിട്ട് ഡസ്റ്റ് പോയിട്ട് നമ്മൾ കഴുകിയെടുത്ത മണ്ണ്. അപ്പം മണല് തരി കൂടുതലാണ്. അപ്പോൾ ഇത് പിന്നെ എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക്, പിന്നെ കുറച്ച് ഒരല്പം സാഫ്, പിന്നെ നമ്മൾ സാഫ് കലക്കിയ വെള്ളം വെച്ചിട്ടുണ്ട്. സാഫ് കലക്കിയ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലൊരു പ്ലാന്റ് എടുത്തിട്ട് ഈ സാഫ് കലക്കിയ വെള്ളത്തിൽ മുക്കിയിട്ട് നടുന്നതാണ് ഏറ്റവും ബെറ്റർ. അതായത് അതൊരു ഫംഗിസൈഡാണ്, ചീയലുണ്ടാവാതെ നമുക്ക് പറ്റും. ഇത് പിന്നെ ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ട് അതിനകത്ത് ഈ പിന്നെ മണലും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് നമുക്ക് ഈ എല്ലുപൊടിയും വേപ്പൻ പിണ്ണാക്കും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ സുരക്ഷിതത്വത്തിന് ഒരല്പം സാഫ് കൂടെ അതിൽ ചേർക്കുക. ഇനി മഴക്കാലമൊക്കെയാണ്, ചീയലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ അതുകൊണ്ട് നമുക്കൊരല്പം സാബൂട് ചേർക്കാം. ഒരല്പം സാബൂട് ചേർത്തിട്ട് അങ്ങനെ നമുക്കൊരു മിശ്രിതം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു പോട്ടി മിക്സർ ഉണ്ടാക്കിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് ഈ ഇതങ്ങ് നടാം. നട്ടൂടെ? ഓക്കെ, ഇതുപോലെ നമുക്ക് പ്ലാന്റ് നട്ടെടുക്കാം. അതാകുമ്പം പിന്നെ ഒന്ന് നനച്ചിട്ട് പിന്നെ മഴവെള്ളം പിന്നെ കെട്ടി നിൽക്കാത്ത രീതിയിൽ നമ്മൾ വെച്ചേക്കുക. അതാണ് ഏറ്റവും സുരക്ഷിതം. ഇനിയിപ്പോൾ മഴക്കാലമാണ്, അതുകൊണ്ട് അത് സൂക്ഷിക്കുക. എന്നിട്ട് ഇതിന് പിന്നെ എപ്പോഴും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ആ, ഇത് തുടക്കക്കാർക്കല്ല, അവർക്കറിയാം ഇതെങ്ങനെ. തുടക്കക്കാരുടെ അടുത്ത് പറയുകയാണ്, ഇപ്പം ഡെയിലി വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം നനച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം നനച്ചാൽ മതി. ഉണക്ക് സമയത്ത്, മഴ സമയത്ത് വെള്ളം അങ്ങനെ മഴ സമയത്തായാലും പിന്നെ ഉള്ളതല്ലേ. വെള്ളം ഇല്ലാത്ത സ്ഥലത്ത്, ഈർപ്പം നനയാത്ത സ്ഥലത്താണ് വെച്ചിരിക്കുന്നതെങ്കിൽ വല്ലപ്പോഴൊക്കെ ഒന്ന് വെള്ളം നനച്ചു കൊടുക്കുക. അത് നോക്കുക. ഇതിൽ നമ്മൾ പിന്നെ ഈ ചെടിയുടെ ചുവട്ടിൽ നോക്കുക, ഡ്രൈ ആവുന്നുവെങ്കിൽ, ശരിക്ക് ഡ്രൈ ആവുന്നെങ്കിൽ മാത്രം നമ്മളൊന്ന് ചെറുതായിട്ട് വെള്ളം നനച്ചു കൊടുക്കുക. പിന്നെ ഈ പാറപ്പൊടി ആണെങ്കിൽ വളരെ പെട്ടെന്ന് ഇതിന് വേരോട്ടം ഉണ്ടാവും. പാറപ്പൊടി വെറുതെ ഉപയോഗിച്ചുകൂടെ? പാറപ്പൊടി കഴുകി അതിന്റെ ഡസ്റ്റ് കളയണം, അല്ലെങ്കിൽ എംസാൻഡ് എടുക്കുക. പൊടി കളഞ്ഞെടുക്കണം. ഈ പെണ്ണ് എവിടെ കറങ്ങി കിടക്കുന്നേ? ഇനി ഒരു പ്രത്യേക കാര്യം കൂടെ പറയാനുണ്ട്. പ്ലാന്റ് കിട്ടിയാൽ ആ വിവരം ഞങ്ങളെ വാട്സപ്പ് മുഖേന ഒന്ന് അറിയിക്കുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് അറിയിക്കുക. കാര്യം ഈ നല്ല രീതിയിൽ നിങ്ങൾക്ക് പിന്നെ അതായത് ഹെൽത്തി ആയിട്ട് തന്നെ പ്രശ്നമൊന്നും ഉണ്ടാവാത്ത പ്ലാന്റുകൾ കയ്യിൽ കിട്ടി, പിന്നെ നല്ല പ്ലാന്റ് ആയിരുന്നു എങ്കിൽ അങ്ങനെ, പിന്നെ മോശം പ്ലാന്റ് ആയിരുന്നു എങ്കിൽ ആ വിവരം. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം, അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് വേണം ഇനി നമ്മൾ പ്ലാന്റ് അയക്കുമ്പം ഞങ്ങൾക്ക് അതനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അപ്പോൾ ഇനി നമുക്ക് പ്ലാന്റ് അയക്കാനുള്ളതാണ്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് അറിയിച്ചാൽ ആ പോരായ്മകൾ പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം എല്ലാവരും ഞങ്ങളെ അറിയിക്കുമല്ലോ പ്ലാന്റ് കിട്ടിയ ഉടനെ. ശരി, ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, പിന്നെ ഈ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പിന്നെ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തില്ലായിരുന്നു. അത് കൊടുക്കാഞ്ഞതല്ല, മറന്നുപോയതാണ്. അപ്പോൾ പിന്നെ നമ്മുടെ മുൻ വീഡിയോകളിൽ, എല്ലാ സെയിൽ വീഡിയോകളിലും നമ്മുടെ ഫോൺ നമ്പറുണ്ട്. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഇനി വരുമ്പം ഉറപ്പായിട്ടും നമ്മൾ അതിൻ്റെ ഫോൺ നമ്പരും ഇടാം. അപ്പോൾ പിന്നെ ഈ നമ്മുടെ കോംബോ ഓഫർ ഒരാൾക്ക് 5 പ്ലാന്റേ ഉള്ളൂ. അതിൻ്റെ കാര്യം പിന്നെ എല്ലാവർക്കും കിട്ടണം പ്ലാന്റ്. അപ്പം പിന്നെ നല്ല വലിപ്പമുള്ള കാഡക്സാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് ഏറ്റവും ലാഭകരമായിട്ട്, ഏറ്റവും നഴ്സറിയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ ലാഭത്തിൽ നമ്മൾ പ്ലാന്റ് കൊടുക്കാമെന്നുള്ളൊരു പദ്ധതി നമ്മൾ ഇട്ടതാണ്. അപ്പോൾ എത്ര ഇതായാലും നമ്മളൊരു ഈ റേറ്റിൽ തന്നെ, അത് വലിയ കാഡക്സ് ആയാലും ചെറിയ കാഡക്സ് ആയാലും. അപ്പോൾ ഇതൊന്നും പിന്നെ എന്താ പറയുന്നത്, നല്ല വലിപ്പമുള്ള കാഡക്സുകളല്ലേ ഇതൊക്കെ, അല്ലേ? ഇത് എനിക്ക് തോന്നുന്നു പിന്നെ 1.5 വർഷത്തോളം പഴക്കമുള്ള പിന്നെ പ്ലാന്റിലാണിത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും നല്ല വലിപ്പമുള്ള കാഡക്സാണ്. എല്ലാം അത് തന്നെ, എല്ലാം നല്ല വലിപ്പമുള്ളതാണ്. അപൂർവം ചിലതൊക്കെ അപൂർവം ചിലതൊക്കെ മാത്രമേ ഉള്ളൂ ചെറിയത്. ഉണ്ട് ഇതൊക്കെ ഇതുപോലുള്ള ചിലതൊക്കെ. അപ്പോൾ അങ്ങനെ അപൂർവമായിട്ടേ ഉള്ളു ചെറുത്. അവർക്ക് ഭക്ഷണം കൂടുതൽ കിട്ടാത്തത് കൊണ്ടായിരിക്കും ചെറുതായി പോയത്. എല്ലാം ഒരുപോലുള്ള പ്ലാന്റുകളായിരുന്നു. അപ്പോൾ ഇനി ഓണത്തിന് അടുത്ത സെയില്. ഓക്കെ.